വേറൊരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് റിഫ്ലെക്സീവ് വെർബിനെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 5 തരം വെർബുകൾ ഈ എസ്സെരയിലെ അവയരിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെർബുകളാണ് ഏതൊക്കെ? എസ്സെരെ അവയരെ. അപ്പോൾ ഈ 2 വെർബിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 5 തരം വെർബുകളൊക്കെ പ്രവർത്തിക്കും, ഇതുപോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. എസ്സെരയിലും പ്രവർത്തിക്കും, അവയരിയിലും പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്സിലറി വെർബ് പോലെ പ്രവർത്തിക്കും. ഓക്സിലറി അത് ഞാൻ പറഞ്ഞു. ഇനി റിഫ്ലെക്സീവ് വെർബ് പോലെ പ്രവർത്തിക്കും. അപ്പോൾ റിഫ്ലെക്സീവ് വെർബ് പോലെ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടത്. എന്താണ് റിഫ്ലെക്സീവ് വെർബ്? എന്താ? വാട്ട് ഈസ് ദ റിഫ്ലെക്സീവ് വെർബ്? റിഫ്ലെക്സീവ് വെർബ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി അയാൾക്ക് തന്നെ പ്രതിഫലിക്കുന്നു. അതാണ് റിഫ്ലെക്സീവ് വെർബ്. ചുരുക്കത്തിൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി സബ്ജക്റ്റിനെ തന്നെ പ്രതിഫലിക്കുന്നതാണ് റിഫ്ലെക്സീവ് വെർബ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റിഫ്ലെക്സീവ് വെർബ് എസ്സെരയിലാണ് ഉപയോഗിക്കുന്നത്. റിഫ്ലെക്സീവ് വെർബ് ഉപയോഗിക്കുന്ന വെർബുകൾ. അപ്പോൾ ഈ റിഫ്ലെക്സീവ് വെർബുകൾ എസ്സെരയിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് കാണപ്പെടുക? ഈ ആരെ വെർബ് കണ്ട പോലെയാണ് കാണുക? അല്ല. ഏരെ വെർബ് പോലെ കണ്ട പോലെയാണ് കാണുക? അല്ല. ഈരെ വെർബ് കണ്ട പോലെയാണ് കാണുക? അല്ല. പിന്നെ എങ്ങനെ കാണപ്പെടും? അതിൻ്റെ പ്രത്യേകത, ഒരു വെർബ് റിഫ്ലെക്സീവ് വെർബ് നമ്മൾ കാണുമ്പോൾ ആ വെർബിൻ്റെ അറ്റം എൻഡിങ് SI ഓർ SAE, ഇറ്റാലിയൻ ആൽഫബറ്റിൻ്റെതാ പറഞ്ഞേട്ടാ, SAE. എപ്പോഴും നമ്മൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റ് പ്രൊനൗൺസ് ചെയ്ത രീതിയിൽ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് SAE ഇപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ SAE ആണ് ആ വെർബിൻ്റെ അറ്റം കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വെർബിൻ്റെ അറ്റം SAE ആണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെർബ് റിഫ്ലെക്സീവ് വെർബുകൾ നോക്കിയാൽ എന്താ? നല്ലതല്ലേ? നമുക്ക് നോക്കാം കുറച്ച് വെർബുകൾ, എന്നിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളെ മടുപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ലേ, പക്ഷേ ഞാൻ സ്പിരിറ്റ് കയറി എടുത്ത് തുടങ്ങി അങ്ങോട്ട് എടുക്കും. പക്ഷേ നിങ്ങളെ മടുപ്പിക്കാനും എനിക്കിഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. റിഫ്ലെക്സീവ് വെർബ് എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് റിഫ്ലെക്സീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഞാൻ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് റിഫ്ലെക്സീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എസ്സെരയിൽ മാത്രമേ ഉള്ളൂ, അവയരിയിൽ ഇല്ലതാനും. ഓക്കെ, അപ്പോൾ എസ്സെരയിൽ മാത്രം നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ എസ്സെരയിൽ ആ വെർബിൻ്റെ പ്രത്യേകത എന്താണ്? എൻഡിങ്ങിൽ SAE എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് റിഫ്ലെക്സീവ് വെർബ്. ഓക്കെ, എല്ലാ വെർബുകളും റിഫ്ലെക്സീവ് വെർബ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ കാണുന്ന വെർബുകൾ റിഫ്ലെക്സീവ് വെർബ്. അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ വെർബുകൾ എന്ന് നോക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെർബുകൾ നോക്കാം. 1, അൽസാരെ റിഫ്ലെക്സീവ് വെർബ് അല്ല അങ്ങനെ കാണുമ്പോൾ, അല്ലേ? പിന്നെ അതെങ്ങനെയാണ് അൽസാരെ റിഫ്ലെക്സീവ് വെർബ് ആവുന്നത്? അൽസാർസി എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ്, അൽസാർസി ടു ഗെറ്റ്. ഓക്കെ, അല്ലോറ നമുക്ക് വേറൊന്ന് പറയാം. വെസ്തീർസി. അതെന്തർത്ഥം? വെസ്തീർസി എന്നാണ് ഡ്രസ്സ് ഇടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടു ഗെറ്റ് ഡ്രസ്ഡ്, വെസ്തീർസി. ഇനി അദൊർമെന്താർസി എന്ന് പറഞ്ഞാൽ ടു ഫോൾ ടു സ്ലീപ്പ്. ഉറക്കത്തിലേക്ക് അവൾ പോയി, ഉറക്കത്തിലേക്ക് വീണു എന്ന് പറയും, ഉറക്കത്തിലേക്ക് പോയി എന്ന് പറയില്ലേ, അതാണ് അദൊർമെന്താർസി. ഇനി വേറൊരു വെർബാണ് സ്വെലിയാരെ. വെർബ് അങ്ങനെയായിരിക്കും കാണുന്നത്, സ്വെലിയാർസി. ഓക്കെ, സ്വെലിയാരെയാണ് വെർബ് എങ്കിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അത് സ്വെലിയാർസി എന്ന് പറഞ്ഞാൽ ടു വേക്കപ്പ്. ഓക്കെ, പെത്തിനാർസി എന്ന് പറഞ്ഞാൽ മുടിയിരുക, ചീകുക. പല സ്ഥലത്ത് പലതരത്തിലാണ് പറയുക. അപ്പോൾ അതിനെന്തെന്ന് പറയും നമ്മൾ? പെത്തിനാർസി കണ്ട. ലവാർസി ടു വാഷ് വൺ സെൽഫ്, ആരാണ് കഴുകണം? അവൻ തന്നെ, അതാണ് ടു വാഷ്. ലവാർസി ടു ഗെറ്റ് വാഷ്, അല്ലെങ്കിൽ ആരാണ് കഴുകണം? അവൻ തന്നെ കഴുകുന്നു കേട്ടാ. കൈ കഴുകുക ഞാൻ തന്നെയല്ല എൻ്റെ കൈ കഴുകുക, അങ്ങനെ. അതാണ് ഇതിൽ വരുന്ന പ്രത്യേകത. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതാണ് റിഫ്ലെക്സീവ് വെർബ്. ഇനി റിഫ്ലെക്സീവ് വെർബിൽ ഇനിയുണ്ട് ധാരാളം വെർബുകൾ. ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട ഇങ്ങനെയാണ് വെർബുകൾ കാണുക. എങ്ങനെയാണ് കാണുക? അൽസാർസി, ലവാർസി, വെസ്തീർസി, കമ്പ്യാർസി, അദൊർമെന്താർസി, സ്വെലിയാർസി, പിന്നെ എന്നതാ ക്യമാർസി. ഇതൊക്കെയാണ് നമ്മുടെ റിഫ്ലെക്സീവ് വെർബിലെ കാണുന്ന വെർബുകൾ. ഓക്കെ, ഇതാണ് റിഫ്ലെക്സീവ് വെർബുകൾ. റിഫ്ലെക്സീവ് വെർബ് എന്നാൽ എന്ത് എന്ന് പറയുന്നത് പഠിക്കണം. അതെന്താ പഠിക്കാനൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് തന്നെ അതിൻ്റെ ആ പ്രവൃത്തി തിരിച്ചെത്തുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് റിഫ്ലെക്സീവ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.
നിങ്ങൾ വിചാരിക്കുന്ന കടുകട്ടിയൊന്നുമില്ല ഇറ്റാലിയൻ ലാംഗ്വേജ്. ഞാൻ പറയണ പോലെ പഠിച്ചാൽ നിങ്ങളത് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് വെർബ് ഇത്രയേ ഉള്ളൂ. ഇത് എസ്സേയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അവരേലില്ല താനും. ഓക്കെ, ഇനി റിഫ്ലെക്സീവ് വെർബ് കാണുമ്പോൾ എന്താണ് അതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത്, SI എന്ന് അതിൻ്റെ വെർബിൻ്റെ ലാസ്റ്റിൽ കാണാൻ പറ്റും. അതാണ് റിഫ്ലെക്സീവ് വെർബ്. ഓക്കെ 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 ചാ. അല്ലോറ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഇടുന്നത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് വാച്ച് ചെയ്യുക കേട്ടോ. തമാശ കളയുക. ഞാൻ തമാശ പറയും, തമാശ കളഞ്ഞ് പഠിക്കാൻ നോക്കുക. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്തുണ്ട്, ജോലി ഉറപ്പ്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു.